അദ്ദേഹത്തിന്റെ സഹായിയായ നാട്ടുകാർ ഇവരെയെല്ലാം സ്വപ്നം കാണുന്നത് സുന്ദരിയാണ് സ്വപ്നം കാണുന്നത്. ഒരു സുന്ദരനായ IT യുവാവിനെ എങ്ങനെയെങ്കിലും വളച്ച് പാട്ടിലാക്കുക എന്നതാണ് ഇവരുടെ സ്വപ്ന സാക്ഷാത്കാരം. നമ്മളെല്ലാവരും കാത്തിരുന്നു പോൺസ് വെള്ളം കളി അതേ സുന്ദരി, ഇക്കൊല്ലം പോൺസ് ട്രോഫി നമുക്കാണ്, നമ്മുടെ പോൺസ് പഞ്ചായത്ത്. എനിക്ക് വലിയ പ്രതീക്ഷ. ഞാനൊന്ന് പറയട്ടെ മോളെ, ഇക്കൊല്ലം 4 ടീമാണ് മത്സരിക്കാനുള്ളത്. അതെ, അതിൽ 2 ടീം മുങ്ങി. നമ്മുടെ അരിശ്രീ ക്യാപ്റ്റനായ കാലിക്കുപ്പി ടീം, പിന്നെ ചാണ്ടിയുടെ വെള്ളച്ചട്ടി ടീം. വെള്ളച്ചട്ടിയല്ല കുട്ടി, വെള്ളച്ചട്ടി. എന്നോട്ട പേരാ അത് പിന്നെ ആ ടീമിലെ ആളുകൾക്ക് നീന്താൻ അറിയില്ലല്ലോ. വെള്ളം മുങ്ങിയാൽ കുപ്പിയും ചട്ടിയും തൊഴിൽ കരക്കെത്താവല്ല. സത്യം. എന്നിട്ട് അവർ മുങ്ങിയോ? കഴിഞ്ഞ ആഴ്ച പുലർച്ചെ അവർ ലിവർ ബാങ്കിൽ പ്രാക്ടീസ് തുടങ്ങി. അവര് തുഴഞ്ഞ് അങ്ങ് ആലുവ വരെ എത്തി. അല്ലയോ ഉണ്ടോ? ഓ, കൊച്ചി പലഹാരമല്ല, ആലുവ. അങ്ങ് കൊച്ചിക്കപ്പുറത്തുള്ള തീരം. ആലുവ തീരം? അതെ, അവിടെ ആലുവ തീരത്ത് ആ മത്തായിയുടെ ഷാപ്പിൽ പിന്നെ കാണുന്നത് എന്താ? മതി മതി മതി, ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കാലിക്കുപ്പിയും വെള്ളച്ചാട്ടയും കാലുവെള്ളത്തിൽ മുങ്ങി. അതെ അതെ, ഇനി 2 ടീമാണുള്ളത്. മഴക്കെട്ടിൽ മച്ചൻസും പിന്നെ നമ്മുടെ സ്വന്തം ചമ്പക്കുളം തച്ചൻസും. സുന്ദരി, എന്താ നീ ആലോചിക്കുന്നത്? ആരാ നിന്റെ മനസ്സിൽ? കോച്ചിനെ ടീമിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞത് എന്നാണല്ലോ. ഇതുവരെ ആയിട്ട് ആരെയും കാണുന്നില്ലല്ലോ. പോൺസ് പഞ്ചായത്തിലെ കഴിഞ്ഞ 3 കൊല്ലത്തെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ കൂടിയാണ് മിസ്റ്റർ പോൺസ് ആയ നമ്മുടെ സ്വന്തം ചുണ്ടൻ ചാക്കോ. ചമ്പക്കുളം തച്ചൻസ് ടീമിന്റെ ഓജസ്സും തേജസ്സുമായ ഈ മഹാൻ ഇതാ കടന്നു വരുന്നു.
എവിടെ ബാക്കിയുള്ള ഓളാള് ഓനെ ചാക്കോ ഞാനെന്നെ പ്രതീക്ഷ പഠിക്കണം നമുക്ക് കഴിഞ്ഞ കൊല്ലം അവന്മാരൊക്കെ വെള്ളത്തിലായിരുന്നില്ലേ പറ്റിയതൊക്കെ പറ്റി പോയെ ഇക്കൊല്ലം ഞാനൊരു കിടിലൻ കോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് കോച്ച് കുട്ടപ്പൻ പൊന്നച്ച വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരാതിരിക്കാൻ പറ്റും. ഇത്തവണ പോൺസ് ട്രോഫി അത് നമ്മുടെ ചമ്പക്കൊണ്ടച്ചൻ തന്നെ കൊണ്ടച്ച ഇതെന്റെ ഗ്യാരണ്ടി. നമ്മൾ അടിച്ചിരിക്കണം നമ്മളെ പൊളിക്കും പൊന്നച്ച. എവിടെ ബാക്കി ടീമിലുള്ള ആളുകൾ? ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ചമ്പക്കുളം തച്ചൻസ് ടീമിലെ രണ്ടാമനാണ് മടിയനായ ലോനപ്പൻ. കാലിക്കുപ്പി ടീം മുങ്ങിയപ്പോൾ പോൺസ് ട്രോഫി വിജയിക്കാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് പൊന്നച്ചന്റെ കൈയും കാലും പിടിച്ചപേക്ഷിച്ച് ചമ്പക്കുളം തച്ചൻസ് ടീമിൽ കയറിക്കൂടിയതാണ് മടിയൻ ലോനപ്പൻ. ഈ കാലത്തെ ചാരായം പിടിച്ച് വന്നിരിക്കുവാണോ? നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗടിയല്ലേ? ഓ ലോനപ്പൻ മനോഹരന്റെ കാര്യം പറഞ്ഞു. അവന് ഈ സമയത്ത് ഈ സ്പീഡ് വരുന്ന ജോഗിങ് വരുന്ന പെൺപിള്ളേരല്ലേ, അവരുടെ സെൻസസ് എടുക്കായിരിക്കും. പിന്നെ ഈ ഫോണിലുള്ള മൊത്തം പെൺപിള്ളേരുടെ ജാതകം അവന്റെ കയ്യിൽ. നിങ്ങൾ മാറി മറിക്കുന്നു പറഞ്ഞ കോച്ചാണ്. ഇതാണ് നമ്മുടെ കോച്ച്, കോച്ച് കുട്ടപ്പൻ. ഹലോ
കോച്ച് കോച്ച് ട്രെയിനിങ് കൊടുത്ത് ഏതെങ്കിലും ഒരു ടീം ഇതുവരെ കപ്പടിച്ചിട്ടുണ്ടോ? പിന്നെ എടാ കോച്ചിന്റെ സംഭവമാണ്. നിനക്കറിയാം, ഞാൻ 2 കൊല്ലം കൊച്ചിയിൽ വള്ളം കളി കാണാൻ പോയപ്പോ കോച്ചിന്റെ ടീമാണ് ജയിച്ചത്. എങ്ങനെ? എടാ കോച്ചിന്റെ ടീം കളി തുടങ്ങിയപ്പോ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പൊ കോച്ചോട് കേറി ഇരുന്നില്ലേ, എന്നിട്ട് തുഴഞ്ഞ് അങ്ങ് അറബിക്കടലൊക്കെ നിർത്തിയത്. ഓ, എന്നിട്ട് അറബിനെ കണ്ട് അൽഫാം കഴിച്ചോടെ കോച്ച് വന്നത്. കോച്ച് അൽഫാം കഴിക്കില്ല, കുഴിമന്തിയേ കഴിക്കും. അത്രയ്ക്കൊന്നുമില്ല. ഇതൊക്കെ വല്ലതും നടക്കോ കോച്ചേ? നടക്കോ? ടീമിലെ ബാക്കിയുള്ള എല്ലാവരും എത്തിയോ? കോച്ചേ, പരിശീലനം ഉഷാറാവട്ടെ. ഓക്കെ, നമുക്ക് പൊളിക്കാം. സുന്ദരി, പഞ്ചായത്തിൽ കുറച്ച് പണിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. എന്നാ പിന്നെ നീ എങ്ങോട്ടാ ഇവിടെ മാറണേ? അല്ല കോച്ച്, കഴിഞ്ഞ വർഷം നിങ്ങൾ ആ KK ടീമിന്റെ കോച്ചായിരുന്നില്ലേ? അതെ. കുളക്കോട്ടെ ടീം അമ്മാരെ കുളപ്പടൻസ് വിളിക്കാമല്ലോ. അമ്മാരെ കലക്കൽ കുട്ടൻസ് അല്ലേ, വേറെ കലക്കൽ കുട്ടൻസ്. അമ്മനെ കഴിഞ്ഞ വർഷം വെള്ളമേ തുടങ്ങുന്നതിന് മുമ്പ് നല്ലവണ്ണം ചാര കഴിച്ചു. റേസ് തുടങ്ങി പകുതി വഴിയായപ്പോഴേക്കും വാള് വെച്ച് കൂടെ കലക്കിയവന്മാരാ മൊത്തത്തിൽ പോകണം. അത് പിന്നെ കോച്ച് നന്നായാലല്ലേ ടീം നന്നാവും. നീ കോച്ചിനെ വെച്ചത് കേട്ടാ. ടീമിൽ ബാക്കി എല്ലാവരും എത്തിയോ? നമ്മുടെ ടെക്കി തോമൻ കണ്ടില്ലല്ലോ, അവനിവിടെ പോയി ഒരു പുതിയ മൊബൈലൊക്കെ വാങ്ങിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. എവിടെ? ഓ, അവൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മിനിമം പിടിക്കാനും ആരുമെങ്കിലും വേണ്ടേ? എന്ത് പിടിക്കാൻ? വെള്ളം പറയാനുള്ള മനസ്സിലൊന്നും അവനില്ല. പിന്നെ അവന്റെ ഒരു ഷോ കാണിച്ചുകൊണ്ട് നടത്തും. ഒരു എൽസോണം, ആ കോഴിവാല് പോലത്തെ ഒരു മുടി, ജാടത്തേണ്ടി. സൈലൻസ് സൈലൻസ്. വള്ളം കളിച്ച് ശക്തി മാത്രം പോരാ, ഫോക്കസും വേണം, കോൺസെൻട്രേഷൻ വേണം. മനസ്സിലായോ? What the fuck, man? അതെ, സത്യമെന്നാണ്. രാത്രി 8:30 ചെയ്യണം. ഇവിടെ ഇങ്ങനെ പറഞ്ഞത് ഈ പിള്ളേരെ പരിശീലനപ്പെടുകയാ. മനസ്സിലായോ? കോച്ചെ, നമ്മളെ ടെക്നിക്കോമ നിങ്ങളെ 4ാമൻ ഇവനാ. അല്ല, ഇത് ഈ കോമാളി. ഇത് കോച്ച് സ്കാൻ ചെയ്തപ്പോ ഇതുപോലെക്കാരാണല്ലോ അവിടെ കാണുന്നത്. ആ കോട്ടയം കോച്ച് ഇരിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഇത്തരം ഉടായ്പ ചാൻസ് എടുക്കാൻ പറ്റുന്ന മക്കളെ, ആ ഉണക്കപ്പാളയിലെ ഈ 4 മരപ്പൊത്തുകളെയും കയറ്റി ഫിനിഷിംഗ് ലൈനിൽ ഫസ്റ്റ് എത്തണമെങ്കിൽ നമുക്ക് ടെക്നോളജിയുടെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് AI ഒക്കെ വെച്ച് ഞാനൊരു റൗട്ടിംഗ് അൽഗോരിതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കാൻ പറ്റിയില്ലേ നിങ്ങൾ ആരും ശല്യം ചെയ്തില്ല. ഓക്കെ? തോറ്റു. അതെ, ടീമിൽ എല്ലാരും ആയോ? നമുക്ക് തുടങ്ങാന്നാ. ഞാൻ എവിടെ പറഞ്ഞിരുത്തേ? സൈലൻസ് സൈലൻസ്. നിങ്ങളെ കുറിച്ച് പറഞ്ഞു നിർത്തിയത്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങാം. ഓക്കെ ശരി. നിങ്ങൾ ഒരു പട്ടി ഓടിക്കുകയാണ് ഇവിടെ സങ്കല്പിക്കാനാണ് മമ്മൂഞ്ഞ പറഞ്ഞത്. ഓ, സങ്കല്പിച്ചത് കോച്ച് പറഞ്ഞു. ഒരു പട്ടി ഓടിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പട്ടി നിങ്ങളുടെ പുറകിൽ നിന്ന് ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? മുണ്ടും പൊക്കി കണ്ട വഴി ഓടും. എടാ കോച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല ഫിറ്റായിട്ട് ഓടുന്ന പോലെ ഓടണം. ഓ, അപ്പൊ പിന്നെ ഒരു മണവാട്ടിയൊക്കെ അടിച്ചിട്ട് കേറാം. എടാ, മണവാട്ടി അടിച്ച് പിറ്റായി വാള് വെക്കുന്ന കാര്യമല്ല കോച്ച് പറയുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യമാണ്. Come on, guys.
മണികുണാച്ചന്മാരെ, നിങ്ങൾ ഒരു പട്ടി പുറകിൽ ഓടിക്കുമ്പോ നിങ്ങളൊരു റോക്കറ്റ് പോലെ വളർത്തില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല കോച്ചേ, എനിക്കൊരു സംശയം. ഈ വെള്ളത്തിലെതിരെ പട്ടി അതൊക്കെ ആലോചിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് കോച്ച്. എന്നാ പിന്നെ നമുക്ക് ഒരു സുനാമി സങ്കല്പിച്ചാലോ? അത് എന്റെ ദൈവമേ, ഈ മണ്ടന്മാരെ കൊണ്ട് ഈ ബോട്ടില് ഈ റേസ് ഞാൻ എങ്ങനെ വിജയിപ്പിക്കുന്ന എനിക്കറിയാൻ പാടില്ല. ഇന്നത്തേക്ക് ഇത്രയും മതി. ക്ലാസ് ഡിസ്മിസ്. ഓക്കേ, അയ്യാ, നമുക്ക് രണ്ടാണ് കോച്ചിന്റെ പരിശീലനമൊക്കെ എവിടെ വരെ ആയി ആവോ? നാളെയല്ലേ വള്ളംകളി? അതെ ആരെയും കാണുന്നില്ലല്ലോ. പൊന്നച്ചാ, അതേ നോക്ക്, നമ്മുടെ ചമ്പകുളം തച്ചൻസ് ടീം വന്നു. അതെ അതെ, അയാൾ വരുന്നുണ്ട്. ചെറുപടയുടെ വരവിത കോച്ചേ, പരിശീലനമൊക്കെ എന്തായി? നാളെയാണ് വള്ളംകളി. പരിശീലനെ കുറിച്ചാണല്ലേ നമ്മുടെ പിള്ളേരെ എല്ലാരും കാര്യം പിടിക്കാൻ പഠിച്ചു. അല്ലേ പിള്ളേരെ? ക്രിക്കറ്റ് മാറ്റോ? നീ ആരോ സജീവ് സാംസണോ? നിന്റെ ഐ.പി.എൽ ഇവിടെ എവിടെ? ദുരന്തം. കോച്ചേ, ഇത് എന്നോട് മനസ്സിലായില്ലേ? ഞാൻ ഇത് കൊണ്ട് തുഴഞ്ഞത്രേ ഉള്ളൂ. സാക്ഷാൽ വാസ്കോഡി ഗാമ പോലും തുഴഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ബാറ്റൊന്ന് ഞാൻ തട്ടി നോക്കിക്കൂടെ? പോയി പങ്കെടുക്കണോ? സുന്ദരി, ഒരു ബാറ്റാണ്. അയ്യോ, എന്റെ കാല് പോയേ. സുന്ദരി, നമുക്ക് ഇവിടെ പരിശീലനം ഒന്ന് ശ്രദ്ധിക്കാം. ശരിയാവും. പെർമിഷൻ ടു സ്പീക്ക് കോച്ച്. പറയടാ. ഞാൻ ആ പറഞ്ഞ ആ അൽഗോരിതം ഇല്ലേ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളെ തോപ്പിക്കാൻ ഈ കായൽ മാറ്റി വെച്ച് മറ്റൊരു കായൽ വെച്ചിട്ടുണ്ട്. സെറ്റ്. എടാ, ഇവിടെ തെങ്ങിന്റെ മണ്ടയിൽ കയറിയിരുന്നാ പോലും സിഗ്നൽ ഇല്ല. പിന്നെ ഈ കായല്ലേ? അല്ല ബ്രോ, സിഗ്നൽ ഇല്ലെന്ന് വെച്ച് വിഷമിക്കുന്ന വേണ്ട. നമുക്ക് മുന്നിലെത്തിനോട് ചോദിച്ചു പോയിക്കൂടെ? ഓ, ചോദിച്ചു പോവാം. അപ്പൊ നീയൊക്കെ കൂടി ഇതൊക്കെ മുക്കാൻ തന്നെ തീരുമാനിച്ചില്ലേ? രാവിലെ ദിവസം മുട്ടും കുത്തി അല്ല ഇത് മുക്കിക്കളയാൻ വേണ്ടിയിട്ട്. 3 ഓർഡർ ചെയ്താൽ GP ഒക്കെ അടിച്ചേറ്റി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിവൈസാ. ഓർഡർ ചെയ്തപ്പോ വലിയ തിയേറ്റർ പോലെയൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോ ശരി ചെറുതായിക്കോളെ. ഇവിടെ തന്റെ ഈ കിടന്നോ അല്ലാതെ ഇവിടെ വള്ളം മുക്കുന്ന കാര്യം പറയണത്. അങ്ങനല്ല കോച്ച്, ഇപ്പൊ ഞങ്ങൾ മസിലേ ഉള്ളൂ. നല്ല ബുദ്ധിയാ. പിന്നെ അൽഗോറിതം മെച്ചപ്പെടുന്നല്ലോ, നമുക്ക് എളുപ്പമായിലൂടെ ചെയ്യാം. അല്ല, ഈ കായലിന്റെ നേരെ അല്ലാതെ എന്തോ എളുപ്പമില്ല. ഒരു വഴിയുണ്ട്. നമ്മുടെ ITC പഠിക്കുന്ന ശാരദയുടെ വീട്ടിൽ ഇടതുവശം ചേർന്നുള്ള വഴി പോയാ നമുക്ക് പെട്ടെന്ന് എത്താം. മസ്കിന്റെ എന്തോ IT മണികാഞ്ചന്മാരെ, ഒരു പണി എടുക്കാത്ത ഐ.ടിക്കാരെ, ഇത്
IT കമ്പനിയല്ല, വാട്ടർ കമ്പനിയാ, മനസ്സിലായോ? ഇവിടെ ജയിക്കാനായിട്ട് ഒരു കുട്ടിയൊന്നും വേണ്ട, ശക്തിയിലങ്ങ് തുഴഞ്ഞാണ് അവർ റേസിലങ്ങ് ചെന്നാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാമിന് വേണ്ടി അല്ല കുറച്ച് എക്സസൈസ് ചെയ്ത് പഠിപ്പിക്കാൻ. പൊന്നച്ച എപ്പോഴും കയ്യില് ഫോൺ പിടിച്ചോണ്ടിരിക്കുന്ന ആളെ കാണാൻ എന്തോരം ചെയ്യല. അത് നമ്മുടെ ടെക്കിതോമല്ലേ? അതെ, കണ്ടോ? ആളുടെ വീട് എവിടെയാ? എന്തിനാ തെറ്റാണോ? ഓരോരോ തമാശ ഇപ്പൊ വേണ്ട. തോമച്ചേട്ടൻ ട്രോഫി ആയിട്ട് ജയിച്ചു വരണ്ട. എന്റെ നാരായണ, എന്തെല്ലാം കാണണം. എന്നിട്ട് നാളെ നമ്മുടെ മത്സരം 10 മണിക്ക് തുടങ്ങുന്നതല്ലേ, നമ്മള് പോവാമോ പൊന്നച്ചാ? പഞ്ചായത്തിൽ കുറച്ച് പണിയുണ്ട്. ഓക്കെ, വെൽഡൺ ഗൈസ്, എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പരിശീലനം ഓൾമോസ്റ്റ് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ 5 മണിക്ക് തിരുക്കർപ്പാമ്പിൽ വെച്ച് കാണാം. ഓക്കെ, അപ്പൊ ഇത്തവണത്തെ പോൺസ് കപ്പ് ഓക്കെ, ഗുഡ് നൈറ്റ്. Good night, coach. കളറാവട്ടെ ചിരിക്കണ ചുണ്ട് 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 അവറാവട്ടെ മുല്ല 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 മുടിമേല മണം പരക്കണ മെല്ലെ 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 മലയാള കരയിലക്കണ മെല്ലെ 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 ഇളപ്പാനായില നിരക്കണ മരിഞ്ഞുവ മിനിമിവ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് കുളം മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സന്തി മൂട് ഏത് മൂട് പായസം മൂട് ഏത് മൂട് പപ്പസം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് കുളം മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സന്തി മൂട് ഏത് മൂട് പായസം മൂട് ഏത് മൂട് പപ്പസം മൂട് ഏത് മൂട് പ്രിയപ്പെട്ട പോൺസ് നിവാസികളെ, ഇക്കൊല്ലത്തെ പോൺസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
കിട്ടിയ ചരിത്രമില്ല, ഇതിന് കിട്ടിയ ചരിത്രമില്ല, ഇത് പറയുന്നത് പോലെ പോയാൽ മതി. അടുത്ത റൗണ്ട് പോക്കില്ലേ? ഈശ്വര, എടാ ഈ വെള്ളത്തിൽ മുട്ടായതിനകത്ത് എവിടെയാണ് റൗണ്ട് പൊട്ടി? എടാ ആ നേരെ കാണുന്ന ഫിനിഷിംഗ് ലൈൻ നോക്കി തൊഴടാ ഊളടാ. എടാ പോയടാ ഞാൻ ചവിട്ടി കേറ്. ഇനി കേട്ടോ? ആനി വിളിക്ക്. നമ്മള് ജയിച്ചേ. കപ്പടി. Come on. എടാ എടാ ഇവിടുത്തെ നമ്മൾ തുടങ്ങിയത്. അങ്ങനെ വഴിയില്ല. ഞാൻ നിന്റെ ആൾക്കാരെ എന്താ സംഭവിക്കുന്നത്? പൊന്നച്ചാ, നമ്മള് പൊട്ടി. എടാ മഹാഭാവികളെ, മുന്നോട്ട് വന്ന വെള്ളം നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് കയറ്റിയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ജാടത്തേണ്ടി വിശ്വസിക്കരുത്. മാനം പോയി, കപ്പും പോയി. എന്റെ സ്വപ്നം കൊണ്ടുവച്ചാ. നിന്റെ കല്യാണം നടക്കും തോന്നില്ല സുന്ദരി. സുന്ദരി, നിന്റെ സ്വപ്നം ഞാനുണ്ട് നിന്റെ കൂടെ. അച്ഛാ, ഇത് നിങ്ങളുടെ വിഭാഗമല്ലേ? ഓ ആയിക്കോട്ടെ. എപ്പോഴും നാടിനാണ് ബെസ്റ്റ്. പൊന്നച്ചാ, ഭഗവാന്റെ കോട്ടിങ് എന്നാ ഈ പോൺസിലുള്ള സർവത്ര പെൺപിള്ളേരെ ഇവനെന്ന പൂവാലിന് ഞാൻ രക്ഷിച്ചില്ലേ? പടച്ചോനെ, നിങ്ങൾ കാത്തോളേ. ഇനി നമുക്ക് നമ്മുടെ ആക്ടേഴ്സിനെ പരിചയപ്പെടാം. സ്വപ്നസുന്ദരിയായി അഭിനയിച്ചത് മഹാലക്ഷ്മി അണ്ണാനഗർ. കോച്ച് കുട്ടപ്പനായിട്ട് വന്നത് നമ്മുടെ സ്വന്തം അഭിരാജ് അടിമാലി. മനോഹരനായി അഭിനയിച്ചത് ലാൽ വടകര. പോൺസ് പൊന്നച്ചനായി കത്തിപ്പടർന്നത് ഫിബീർ ചാലപ്പുറം. ടിക്കി തോമ ശരത് ചിറക്കൽ. മടിയൻ ലോലപ്പനായി ആടി ആടി വന്നത് വിവേക് തിരുവല്ല. ചുണ്ടൻ ചാക്കോവായി നിങ്ങൾക്ക് മുമ്പിൽ മസിൽ കാണിച്ചു വന്നത് രാകേഷ് കൊല്ലം. മത്തായിയുടെ കള്ളുഷാപ്പിന്റെ ഉടമയായ ശ്രീ ചാലക്കുടി. നിർമ്മാതാവായ എളിയ ഞാൻ. താങ്ക് യു ഓൾ.